നമസ്കാരം, ഞാൻ മായയാണേ. വെൽക്കം ടു ടേസ്റ്റ് ഓഫ് തേക്കടി. ഞാനൊരു തേക്കടിക്കാരി. ഇന്നത്തെ വീഡിയോ തേക്കടി ദേവീ ക്ഷേത്രത്തിലെ ഉത്സവമാണ്. അപ്പോൾ ഇത് 2 ആഴ്ച മുമ്പേ നടന്നാണ്. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തിടാൻ വേണ്ടിയിട്ട് താമസിച്ച് പോയതാണ്. അപ്പോൾ എല്ലാവരും വായോ, നമുക്ക് തേക്കടി ഉത്സവം കൂടാലോ. തേക്കടി അമ്പലത്തിലെ ഉത്സവത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒന്ന്, തമിഴ്നാട്ടുകാരും ഇതിൽ സജീവ പങ്കാളികളാണ്. പിന്നെ വിദേശികളും നമ്മളുടെ ഈ തേക്കടി അമ്പലത്തിലെ ഉത്സവത്തിൽ പങ്കെടുക്കാറുണ്ട്. പിന്നെ മറ്റൊന്ന്, ഇവിടുന്ന് തേക്കടി അമ്പലത്തിൽ നിന്ന് എല്ലാം ഒരുങ്ങി അപ്പർ ക്യാമ്പ് അമ്പലമുണ്ട്. ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. അപ്പർ ക്യാമ്പ് അമ്പലത്തിൽ പോയിട്ട് അവിടെ നിന്നാണ് പിന്നെ നമ്മൾ പ്രദക്ഷിണമായിട്ട് തിരിച്ചു വരുന്നത്. അപ്പോൾ അവിടെ ശൂലം കുത്ത്, മുളപ്പയർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. തേക്കടി അമ്പലത്തിൽ 10 ദിവസത്തെ ഉത്സവമാണ് കേട്ടോ. ഉത്സവം കൊടിയേറി കഴിഞ്ഞാൽ അവസാന ദിവസങ്ങളിലാണ് അവിടെ ശൂലം കുത്തുക എന്നൊക്കെ ഉണ്ട്. അപ്പോൾ ശൂലം കുത്തുന്നതിനായിട്ട് 7 ദിവസത്തെ വ്രതം എടുത്തിട്ടാണ് ശൂലം കുത്തുന്നത്. ഇതാണ് ആ ശൂലം, കണ്ടോ? ആ ശൂലമാണ് കവളിൽ കുത്തുന്നത്. അപ്പോൾ ഇതാണ് അവിടുത്തെ പ്രധാന വഴിപാട്. പിന്നെ ഒന്ന് മുളപ്പയർ എടുക്കുക എന്ന് പറയും. ഇത് രണ്ടും ചെയ്യുന്നത് കഠിന വ്രതം എടുത്തിട്ടാണ് ഈ ശൂലം. 7 ദിവസത്തെ എടുത്താൽ മതി, പക്ഷെ 10 ദിവസം എടുക്കും. 10 ദിവസം കൊടിയേറി കഴിഞ്ഞാൽ പിന്നെ നോൺ വെജൊന്നും ഉപയോഗിക്കില്ല. അപ്പോൾ 10 ദിവസത്തെ നോയമ്പ് എടുത്തിട്ട് ശൂലം കുത്തുന്നതും മുളപ്പയർ എടുക്കുന്നതും എല്ലാം അങ്ങനെയാണ്. അപ്പം നമുക്ക് ആ ഒരു കാഴ്ചകളിലേക്ക്, ഇതിപ്പോൾ ശൂലം കുത്തുന്ന ചടങ്ങാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ഏറ്റവും വലിയൊരു നേർച്ചയാണ് ഈ ശൂലം കുത്തുക എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നല്ല കഠിന വ്രതത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടി ചെയ്യുന്നതാണ് ശൂലം കുത്തുന്നത്. കണ്ടോ, നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. അതായത് കൂർപ്പിച്ച ശൂലം ഒരു കവിളിൽ കൂടി കയറ്റി മറ്റേ കവിളിൽ കൂടി ഇറക്കുകയാണ്. അതാണ് ശൂലം കുത്തുന്നത്. പക്ഷെ അതിൽ വേദനയൊന്നും ഇല്ലാതെ തേക്കടി ദേവി കാത്തുരക്ഷിക്കും എന്നൊരു വിശ്വാസമുണ്ട്. ദേവി കാത്തുരക്ഷിക്കും ചെയ്യുന്നുണ്ട്. ആർക്കും ഇതുവരെ ഒരു ബുദ്ധിമുട്ടോ വിഷമങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ശൂലം കുത്തിയവർക്കൊന്നും. അപ്പോൾ ആ ചടങ്ങ്, ആ ശൂലം കുത്തി കഴിഞ്ഞിട്ട് അതിൻ്റെ 2 ഭാഗത്തും നാരങ്ങ ഇങ്ങനെ കയറ്റിയിടും. നാരങ്ങയും കയറ്റിയിട്ട് കഴിഞ്ഞിട്ട് അവരിങ്ങനെ അങ്ങ് ഉറഞ്ഞ് തുള്ളുകയാണ് ഈ ശൂലം കുത്തിയവർ. അതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഒത്തിരി നിങ്ങളെ കാണിക്കുന്നില്ല, കുറച്ച് മാത്രം. വിദേശികളുണ്ടോ, വിദേശികളും വന്ന് വിദേശികളും സ്വദേശികളും തമിഴ്നാട്ടുകാരും എല്ലാവരും കൂടി ചേർന്ന് നടത്തുന്ന വലിയൊരു മഹോത്സവമാണ് തേക്കടി അമ്പലത്തിലെ തേക്കടി ദേവി ക്ഷേത്രത്തിലെ ഉത്സവം. അപ്പോൾ ഈ ശൂലം കുത്തുന്ന ചടങ്ങ് കാണാനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ അവിടെ വരുന്നത്. ശൂലം കുത്തുന്നതും മുളപ്പയർ എടുക്കുന്നതും. മുളപ്പയർ എടുക്കാൻ വേണ്ടി സ്ത്രീകൾ 7 ദിവസത്തെ, ഞാൻ 10 ദിവസം നോയമ്പാണ്, 7 ദിവസത്തെ വ്രതം എടുത്തിട്ടാണ് മുളപ്പയർ. അത് പലതരം ധാന്യങ്ങൾ പാകി കിളിപ്പിച്ചിട്ടാണ് ഈ മുളപ്പയർ എന്ന് പറയുന്നത് ഈ കൊള്ളമ്പിനകത്ത് എടുക്കുന്നത്. അത് കൊട്ടയ്ക്കകത്താണ് മുളപ്പയർ പയറുകൾ പല വർഗ്ഗത്തിലുള്ള ധാന്യങ്ങൾ പാകി കിളിപ്പിച്ച് 9ാമത്തെ ദിവസം ആകുമ്പോഴത്തേനും അതിങ്ങനെ തല ഉയർത്തി നിൽക്കും ആ പയറിൻ്റെ ഇലകളെല്ലാം കൂടെ. എന്നിട്ട് അത് കൊണ്ടുവന്നിട്ട് തേക്കടി അമ്മയ്ക്ക് ഇവിടെ നേദിച്ച് കഴിഞ്ഞ് തേക്കടി ആറ്റിക്കൂടെ അതിങ്ങനെ ഒഴുക്കി വിടും. അതാണ് അതിൻ്റെ ചടങ്ങ്. അപ്പോൾ ഇപ്പോൾ ശൂലം കുത്തിക്കൊണ്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ അവർ അടുത്തത് നമ്മളുടെ ഇതുണ്ടോ. അപ്പോൾ ഇങ്ങനെ അവിടെ നിൽക്കുന്ന സ്ത്രീജനങ്ങൾക്കൊക്കെ ഇങ്ങനെ അങ്ങ് ഇത് കയറുകയാണ്. തേക്കടി അമ്മയുടെ ഒരു ശക്തിയാണെന്നാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത്. അതുണ്ടോ, ആ ശൂലം കണ്ടോ നിങ്ങൾ? അത് ആദ്യം കാണിക്കേണ്ടതായിരുന്നു. ആ ശൂലമാണ് കുത്തുന്നത്. ശൂലം കുത്തുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പക്ഷേ എൻ്റെ ആങ്ങള കുത്തിയിട്ടുണ്ട് ശൂലം. പക്ഷെ ഞങ്ങൾ ആ ശൂലം ഊരിയതിന് ശേഷമാണ് അവൻ്റെ അടുത്ത് പോയത്. ഞങ്ങളാരും കണ്ടിട്ടില്ല. ഞാനിപ്പോൾ ഇത് ആദ്യമായിട്ടാണ്, എൻ്റെ ആങ്ങളെയാണ് ഇത് വീഡിയോ എടുത്തത്. അതുകൊണ്ട് ഞാനിത് ആദ്യമായിട്ടാണ് ഈ ചടങ്ങ് കാണുന്നത്. എന്താ പറയണ്ടേ, അമ്മേ ശരണം, ദേവീ ശരണം, ലക്ഷ്മീ ശരണം, ഭദ്രേ ശരണം. അങ്ങനെ നമുക്ക് ഒച്ചത്തി ശരണം നാമം ജപിക്കാൻ തോന്നിപ്പോവും ഈ ശൂലം കുത്തുന്ന സമയത്ത് അല്ലേ. ആ ഒരു ശക്തി അവരിലേക്ക് കയറുകയാണ്. ദേവിയുടെ ശക്തി അവരിലേക്ക് കയറുകയാണ്. ആ ശക്തി കൊണ്ട് അവർക്ക് വേദനയോ വിഷമങ്ങളോ ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, എല്ലാം നല്ലതായിട്ട് തന്നെയാണ് തീരാറുള്ളത്. അപ്പോൾ അവിടുത്തെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത് കണ്ടോ, ശൂലം കുത്തിയ ആളെ പിടിച്ചോണ്ട് വരികയാണ്. കണ്ടോ, ശൂലത്തിന് നീളം നിങ്ങൾ കണ്ടോ. ഇത് അപ്പർ ക്യാമ്പ് അമ്പലമാണ്. ഇവിടുന്ന് ആഘോഷമായി താളമേളങ്ങളോടെ തേക്കടി അമ്പലത്തിലേക്ക് പോവുകയാണ് എല്ലാവരും. ഇപ്പോൾ ശൂലം കുത്തിയവർ, മുളപ്പയർ എടുത്തത്, താലപ്പൊലി എല്ലാം ഉണ്ടാവും. അങ്ങനെ വലിയൊരു ജനപങ്കാളിത്തത്തോടെ എല്ലാവരും ഈ ഉത്സവത്തിനെ ഒരു മഹോത്സവമായിട്ട് മാറ്റുകയാണ്. ഇതാണ് മുളപ്പയർ. ഞാൻ പറഞ്ഞില്ലേ, 9 ദിവസത്തെ വ്രതം എടുത്തിട്ട് പലതരം ധാന്യങ്ങൾ ഒരു കൊട്ടയിൽ പാകി കിളിർക്കുകയാണ്.
അപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം കുമ്മിയടിയുണ്ട്. ആ എടുക്കുന്ന മുഴുവൻ പേരും അവിടെ കൂടി കുമ്മിയടിച്ച് പാട്ടുപാടി അങ്ങനെ ആഘോഷമായിട്ടാണ് ഓരോ ദിവസവും കഴിയുന്നത്. അതിനുശേഷം 8ാമത്തെ ദിവസമാണ് ഈ ധാന്യങ്ങൾ മുഴുവൻ നന്നായി മുളച്ച് വരികയുള്ളൂ. ഇങ്ങനെ നന്നായി കൊട്ടയുടെ മുകളിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ ഘോഷയാത്ര തേക്കടി അമ്പലത്തിലെത്തി. ഇത് തലേന്ന് പോയി എടുത്ത തേക്കടി അമ്പലത്തിൻ്റെ വീഡിയോ ആണ്. പിറ്റേ ദിവസം അങ്ങോട്ട് അടുക്കാൻ പറ്റാത്ത വിധം തിരക്കുമായിരുന്നു. നല്ല മഴയായിരുന്നു. താലപ്പൊലികളുടെ അകമ്പടിയോടുകൂടി മേളവാദ്യങ്ങളോടെ മുളപ്പയർ തലയിലേന്തി കുമ്പോടവും കാവടിയുമായി നമ്മുടെ ഘോഷയാത്ര തേക്കടി അമ്പലത്തിലെത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ആ മുളപ്പയറൊക്കെ തേക്കടി അമ്മയ്ക്ക് അവിടെ സമർപ്പിച്ചതിന് ശേഷം തേക്കടി ആറ്റിൽ കൂടി അതിങ്ങനെ ഒഴുക്കി വിടും. അതൊരു കാണേണ്ട കാഴ്ചയാണ്. പക്ഷേങ്കിൽ എന്ത് പറയേണ്ടത്, നിർഭാഗ്യവശാൽ കാണാൻ പറ്റിയില്ല. കാരണം നല്ല മഴയായതുകൊണ്ട് വീഡിയോ എടുക്കാനും ഒന്നും പറ്റിയില്ല. ഭാഗ്യമുണ്ടായാൽ അടുത്ത വർഷം ആ കാഴ്ച നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. തേക്കടി ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥനയോട് കൂടിയിട്ട് ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.